ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ലീഗൽ എൻവയോൺമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് ഒരു പുതിയ ചാപ്റ്ററിനെ കുറിച്ചായിരുന്നു, ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ. അപ്പോൾ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ചാപ്റ്റർ നമ്പർ 11 ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് വൗച്ചിങ് ആണ്. വൗച്ചിങ് എന്താണ് വൗച്ചിങ് എന്നുള്ളത്. ദെൻ അതുപോലെ ഇതാണ് വൗച്ചേഴ്സ്. ഇപ്പോൾ വൗച്ചറിലാണ് നമ്മൾ വൗച്ച് ചെയ്യുന്നത്, അപ്പോൾ എന്താണ് വൗച്ചേഴ്സ് എന്നറിയണം അല്ലേ. ദെൻ അതുപോലെ ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ്, ഏതൊക്കെ തരത്തിലുള്ള വൗച്ചറുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അവ ഏതൊക്കെയാണെന്നുള്ളതാണ്. ദെൻ അതുപോലെ സ്പെഷ്യൽ അറ്റൻഷൻ വൈൽ എക്സാമിനിങ് ദി വൗച്ചേഴ്സ്, വൗച്ചറുകൾ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ റൂൾസ് റിഗാർഡിംഗ് ദി കോപ്പറേറ്റീവ് ഓഡിറ്റ്, കോപ്പറേറ്റീവ് ഓഡിറ്റുമായി ബന്ധപ്പെട്ടിരുന്ന റൂൾസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വൗച്ചിങ്, വൗച്ചേഴ്സ്, ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ്, സ്പെഷ്യൽ അറ്റൻഷൻ വൈൽ എക്സാമിനിങ് വൗച്ചേഴ്സ്, അതുപോലെ റൂൾസ് റിഗാർഡിംഗ് ദി കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഓക്കെ, ഇനി നമുക്കതിൽ ഒന്നാമത്തെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. എന്താണ് വൗച്ചിങ് അല്ലേ. വാട്ട് ഈസ് വൗച്ചിങ് എന്നുള്ളതാണ്. വൗച്ചിങ് എന്ന് പറയുന്നത്, വൗച്ചിങ് ഈസ് ദി ബാക്ക് ബോൺ ഓഫ് ദി ഓഡിറ്റിംഗ്, ഓഡിറ്റിങ്ങിൻ്റെ ബാക്ക് ബോൺ ആണ് എന്ത് വൗച്ചിങ് എന്ന് പറയുന്നത്. അതിൻ്റെ നട്ടെല്ലാണെന്ന് പറയാം അല്ലേ. ഇറ്റ് ഈസ് ആൾസോ എസൻസ് ഓഫ് ഓഡിറ്റിംഗ്. അപ്പോൾ എന്താണ് ഓഡിറ്റിങ്ങിൻ്റെ എസൻസ്, കാതലാണ് എന്ത് ഈ ഒരു വൗച്ചിങ് എന്ന് പറയുന്നത്. വൗച്ചിങ് ഈസ് ദി പ്രോസസ് ഓഫ് എക്സാമിനിങ് അക്കൗണ്ട്സ് വിത്ത് ദി സപ്പോർട്ട് ഓഫ് വൗച്ചേഴ്സ്. സോ അപ്പോൾ വൗച്ചിങ് എന്താണ്, ഇറ്റ്സ് എ പ്രോസസ് അല്ലെ, ഒരു പ്രക്രിയയാണ്. എന്തിൻ്റെയാണ്, ഓഫ് എക്സാമിനിങ് ദി അക്കൗണ്ട്സ് വിത്ത് സപ്പോർട്ട് ഓഫ് വൗച്ചേഴ്സ്, വൗച്ചേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി അക്കൗണ്ടുകൾ എക്സാമിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, വൗച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് വൗച്ചിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൗച്ചിങ് ഈസ് എ പ്രോസസ് ഓഫ് എക്സാമിനിങ് ദി അക്കൗണ്ട്സ് വിത്ത് സപ്പോർട്ട് ഓഫ് വൗച്ചേഴ്സ്, വൗച്ചേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി എന്ത് ചെയ്യാണ്, അക്കൗണ്ടുകളൊക്കെ എക്സാമിൻ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത കൺസെപ്റ്റ് എന്തായിരുന്നു, വൗച്ചറാണ് അല്ലേ. അപ്പോൾ വൗച്ചറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സാമിൻ ചെയ്യുന്നത്, അതാണ് വൗച്ചിങ്. അപ്പോൾ എന്താണ് വൗച്ചർ എന്നുള്ളത് പറയണം അല്ലേ. അപ്പോൾ വൗച്ചർ എന്ന് പറയുന്നത്, വൗച്ചർ ഈസ് ദി ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ ദി സപ്പോർട്ട് ഓഫ് ട്രാൻസാക്ഷൻ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ഒരു എന്താണ് ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്, എന്തിലാണ്, ടു സപ്പോർട്ട് ഓഫ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ് എന്ത് വൗച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, വൗച്ചർ ഈസ് ദി ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ ദി സപ്പോർട്ട് ഓഫ് ട്രാൻസാക്ഷൻ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇറ്റ് കൺസിസ്റ്റ് റിസിപ്റ്റ്, ഇൻവോയ്സ്, ബിൽസ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, കൗണ്ടർ ഫോയിൽ, മിനിറ്റ്സ് എക്സെട്ര. അപ്പോൾ ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എവിഡൻസ് ആണ്. അത് റിസിപ്റ്റുകളായിരിക്കാം, നമ്മൾ സാധനം വാങ്ങിയ റിസിപ്റ്റ് കിട്ടും അല്ലേ. അതുപോലെ ബില്ലുകളുണ്ട്, സ്റ്റേറ്റ്മെൻറ്റുകൾ, കൗണ്ടർ ഫോയിൽ, അതുപോലെ മിനിറ്റ്സ്, ഇതൊക്കെ എന്താണ് വൗച്ചറുകളാണ്. അപ്പോൾ ഈ വൗച്ചറുകളെ എക്സാമിൻ ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കൺസെപ്റ്റായി പറയുന്നതാണ് ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ്. വൗച്ചറുകളെ നമ്മൾ പ്രധാനമായിട്ടും തരംതിരിച്ചിട്ടുള്ളത് രണ്ട് തരത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് പ്രൈമറി വൗച്ചറുകളെന്നും രണ്ടാമത്തത് സെക്കൻഡറി വൗച്ചറുകളുമാണ്. ഓക്കെ, വൗച്ചറുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് പ്രൈമറി വൗച്ചർ എന്നും രണ്ടാമത്തത് സെക്കൻഡറി വൗച്ചർ എന്നും. അപ്പോൾ എന്താണ് പ്രൈമറി വൗച്ചർ എന്നുള്ളതാണ്. പ്രൈമറി വൗച്ചേഴ്സ് ആർ റിട്ടൺ ഓർ പ്രിൻറ്റഡ് ഓർ ടൈപ്പ്ഡ് എവിഡൻസ് ഇൻ ഒറിജിനൽ. അപ്പോൾ ഒറിജിനൽ രൂപത്തിലുള്ള ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ എഴുതപ്പെട്ടിട്ടുള്ളതോ ആയ വൗച്ചറുകളെയാണ് പ്രൈമറി വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ബില്ല് എഴുതി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബില്ലാണെങ്കിലും അത് ഒറിജിനൽ ആണെങ്കിൽ അതാണ് പ്രൈമറി വൗച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിയൊക്കെ ഒരു സീലൊക്കെ വെച്ചിടാറുണ്ട് അല്ലേ, അപ്പോൾ അത് ഒറിജിനലാണെന്ന് പറയാം. അത് ഫോട്ടോ കോപ്പി എടുത്ത് കഴിഞ്ഞാൽ അത് സെക്കൻഡറി മാറി. അപ്പോൾ ഒറിജിനൽ വൗച്ചറുകളെയാണ് എന്ത് പറയുന്നത്, പ്രൈമറി വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് റിട്ടൺ ആയിരിക്കാം, പ്രിൻറ്റഡ് ആയിരിക്കാം, ഓർ ടൈപ്പ്ഡ് ആയിരിക്കാം. ഓക്കെ, ദെൻ രണ്ടാമത്തെ വൗച്ചർ ഇതാണ്, സെക്കൻഡറി വൗച്ചറാണ്. സെക്കൻഡറി വൗച്ചേഴ്സ്, സെക്കൻഡറി വൗച്ചേഴ്സ് ഈസ് എ സപ്പോർട്ടിംഗ് വൗച്ചേഴ്സ് ടു ദി പ്രൈമറി വൗച്ചേഴ്സ്. പ്രൈമറി വൗച്ചറുകളെ സപ്പോർട്ട് ചെയ്യാനുള്ള വൗച്ചേഴ്സാണെന്ത് സെക്കൻഡറി വൗച്ചേഴ്സ്. ഇപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ കാർബൺ കോപ്പി ഉണ്ടായിരിക്കും,
അല്ലേ? അപ്പോൾ പ്രൈമറി വൗച്ചറുകളെ സപ്പോർട്ട് ചെയ്യാനുള്ള വൗച്ചറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് സെക്കൻഡറി വൗച്ചേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്? സ്പെഷ്യൽ അറ്റൻഷൻ വൈൽ എക്സാമിനിങ് വൗച്ചർ. ഒരു വൗച്ചർ നമ്മൾ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സ്പെഷ്യൽ അറ്റൻഷനാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പെഷ്യൽ അറ്റൻഷൻ വൈൽ എക്സാമിനിങ് വൗച്ചർ, വൗച്ചിങ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അതിൽ ഒന്നാമതായി പറഞ്ഞു നോക്ക്, ഓൾ വൗച്ചേഴ്സ് ആർ നമ്പേർഡ് ആൻഡ് അറേഞ്ച്ഡ് സീരിയലി. അപ്പോൾ എല്ലാ വൗച്ചറുകളും എന്താക്കി മാറ്റണം? നമ്പേർഡ് ആൻഡ് അറേഞ്ച്ഡ് സീരിയലി. നമ്പർ കൊടുക്കണം. അറേഞ്ച്ഡ് സീരിയലി, നമ്പേർഡ് ആൻഡ് അറേഞ്ച്ഡ് സീരിയലി. സീരിയൽ നമ്പർ ഓർഡർ പ്രകാരം എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്, ഹി ഷുഡ് എക്സാമിൻ ദാറ്റ് ദ ഡേറ്റ് ഓഫ് വൗച്ചർ റിലേറ്റഡ് ടു അക്കൗണ്ടിങ് പീരീഡ് അണ്ടർ ഓഡിറ്റ്. പിന്നെ അതിൽ ഡേറ്റ് ആണ്. കുറേ വൗച്ചറുകൾ ഉണ്ടാവും. നമ്മൾ ഏത് അക്കൗണ്ടിങ് ഇയറിലെ വൗച്ചറാണോ നമ്മൾ വൗച്ച് ചെയ്യുന്നത്, അപ്പോൾ ആ പീരീഡിലുള്ള ഡേറ്റ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ആ അക്കൗണ്ടിങ് പീരീഡിലുള്ള ഡേറ്റ് ആണോ എന്നുള്ളത് എക്സാമിൻ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ വർഷത്തെ ആയിരിക്കും അല്ലേ? കുറേ മുന്നത്തെ വൗച്ചറിൽ കിട്ടിക്കഴിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡേറ്റ് എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം, അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അതാണ് ഹി ഷുഡ് എക്സാമിൻ ദി ഡേറ്റ് ഓഫ് വൗച്ചർ. വൗച്ചറിൻ്റെ ഡേറ്റ് എക്സാമിൻ ചെയ്യുക എന്നുള്ളത്. പിന്നെ അതുപോലെ എന്താ പറയുന്നത്? ഹി ഷുഡ് സീ ദാറ്റ് ദ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് സെയിം അണ്ടർ ദി ഗിവൺ ഇൻ ദി വൗച്ചർ. ഇനി അദ്ദേഹം ചെക്ക് ചെയ്യേണ്ടതുണ്ടതാണ്, ഹി ഷുഡ് സീ ദാറ്റ് എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള എൻട്രികൾ പരിശോധിക്കണമെന്നാണ്. എന്താണ്? ദി സെയിം നമ്പർ ഹാസ് ഗിവൺ ഇൻ ദി വൗച്ചർ. വൗച്ചറിൽ തന്നിട്ടുള്ള സെയിം നമ്പർ തന്നെയാണോ ബുക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടത്തെ നമ്പർ ഒന്നായിരിക്കണം അല്ലേ? ദെൻ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത്, ഹി ഷുഡ് സീ ദാറ്റ് ദ ഇൻഫർമേഷൻ ഇൻ ദി വൗച്ചർ ഈസ് സെൽഫ് എക്സ്പ്ലനേറ്ററി. അപ്പോൾ നമ്മൾ ഒരു വൗച്ചറിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ അത് എപ്പോഴും എന്തായിരിക്കണം? സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കണം. അതായത് വൗച്ചർ തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന തരത്തിലായിരിക്കണം. നമുക്ക് വൗച്ചർ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യുന്നത്? വൗച്ചർ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വൗച്ചർ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ മറ്റൊരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടാവില്ല. അപ്പോൾ ഒരു വൗച്ചർ എപ്പോഴും എന്തായിരിക്കണം? സെൽഫ് എക്സ്പ്ലനേറ്ററി ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ എന്താണ്? ഹി ഷുഡ് സീ ദാറ്റ് ദ വൗച്ചർ ഈസ് റിലേറ്റഡ് ടു ദി നെയിം ഓഫ് ദി ഫേം. ഇനി വൗച്ചർ നമ്മൾ എന്തുമായി ബന്ധപ്പെട്ടായിരിക്കണം? നമ്മൾ കൊടുക്കുന്ന വൗച്ചർ നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടായിരിക്കണം, അല്ലെങ്കിൽ കിട്ടുന്ന വൗച്ചറും എന്തായിരിക്കണം? ആ കമ്പനിയുടെ പേരുള്ളതായിരിക്കണം. അല്ലാത്തൊരു വൗച്ചർ നമ്മൾ വെരിഫൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ദെൻ ഹി ഷുഡ് അക്സെപ്റ്റ് പ്രിൻറ്റഡ് ഫോം വൗച്ചേഴ്സ്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അക്സെപ്റ്റ് ചെയ്യാം. പ്രിൻറ്റഡ് ഫോം വൗച്ചറുകൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് he should see that every voucher, if the receipt or cash payment over rupees 5,000, it must bear revenue stamp of rupees 1. അപ്പോൾ ഇവിടെ എല്ലാ ഒരു റിസീപ്റ്റ് ആണെങ്കിലും പേയ്മെൻ്റ് ആണെങ്കിലും 5,000 രൂപയിലധികമുള്ള ഒരു റിസീപ്റ്റ് ആണെങ്കിലും പേയ്മെൻ്റ് ആണെങ്കിലും ഇറ്റ് മസ്റ്റ് ബിയർ എ റവന്യൂ സ്റ്റാമ്പ്. അപ്പോൾ അതിന് ആ വൗച്ചർ എന്ത് വേണം? 1 രൂപയുടെ സ്റ്റാമ്പ്, റവന്യൂ സ്റ്റാമ്പ് പതിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ ഹി ഷുഡ് സീ ദാറ്റ് ദ എമൗണ്ട് വൗച്ചർ ഈസ് റിട്ടേൺ ബോത്ത് ഇൻ വേർഡ്സ് ആൻഡ് ഫിഗേഴ്സ്. അപ്പോൾ വൗച്ചറുകളിലുള്ള എമൗണ്ടുകൾ എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്? റിട്ടേൺ ഇൻ ബോത്ത് വേർഡ്സ് ആൻഡ് ഫിഗേഴ്സ്. അക്കത്തിലും അക്ഷരത്തിലും എഴുതണം. നമ്മൾ ചെക്കൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? സംഖ്യ എന്ത് ചെയ്യാതുണ്ട്? അക്കത്തിലും എഴുതണം, അക്ഷരത്തിലും എഴുതണം. അപ്പോൾ അത് എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. പിന്നെ ദി ഓഡിറ്റർ ഷുഡ് നോട്ട് അക്സെപ്റ്റ് എനി വൗച്ചർ വിച്ച് ഹാസ് ഓവർ റൈറ്റിംഗ് എറേസ്ഡ്. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യാൻ പാടില്ല? ഷുഡ് നോട്ട് അക്സെപ്റ്റ്, സ്വീകരിക്കാൻ പാടില്ല. എന്താണ്? എനി വൗച്ചർ വിച്ച് ഹാസ് ഓവർ റൈറ്റിംഗ് എറേസ്ഡ്. അപ്പോൾ ഒരു ഒരു വൗച്ചറിൻ്റെ മുകളിൽ നമ്മൾ മേൽക്കൂടെ എഴുതൂലേ, തെളിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂട്ടി എഴുതാറുണ്ട്, അല്ലെങ്കിൽ അത് മാച്ചിട്ട് നമ്മൾ വീണ്ടും എഴുതാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെക്കുകൾ അല്ലെങ്കിൽ വൗച്ചറുകൾ എന്ത് ചെയ്യാൻ പാടില്ല? ഓഡിറ്റർ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. വിച്ച് ഹാസ് ഓവർ റൈറ്റിംഗ് അതുപോലെ എന്താണ്? എറേസ്ഡ്. അപ്പോൾ എറേസർ മായ്ച്ചതോ അല്ലെങ്കിൽ ഓവറായിട്ട് എഴുതിയിട്ടുള്ള വൗച്ചറുകളോ ഓഡിറ്റർ സ്വീകരിക്കാൻ പാടില്ല. പിന്നെ അതിൽ പറഞ്ഞതായിരുന്നു, ദ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് വൗച്ചർ ഈ പ്രോപ്പർലി സൈൻഡ് ബൈ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ. അപ്പോൾ ഒരു വൗച്ചർ എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം, അല്ലെങ്കിൽ സീലിൽ വെക്കണം അല്ലെ? റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒഫീഷ്യൽസ് അത് സൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ സീലിൽ വെച്ചിട്ടുള്ള വൗച്ചറുകൾ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം.
ആ ഒരു വൗച്ചർ സീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതോ അല്ലെങ്കിൽ സൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് വൺ, ആസ് ഫാർ ആസ് പോസിബിൾ ദ ഓഡിറ്റർ ഷുഡ് കംപ്ലീറ്റ് വൗച്ച് വർക്ക് റിലേറ്റിംഗ് ടു പർട്ടിക്കുലർ പീരീഡ് ഇൻ വൺ സിറ്റിംഗ്. അപ്പോൾ ഒരു സാധ്യമാവുകയാണെങ്കിൽ പറയുന്നുണ്ട് ഓഡിറ്റർ ഷുഡ് കംപ്ലീറ്റ് വൗച്ചിങ്. എന്ത് ചെയ്യണം? ഓഡിറ്റർ വൗച്ചിങ് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. വർക്ക് റിലേറ്റിംഗ് ടു പർട്ടിക്കുലർ പീരീഡ് ഇൻ വൺ സിറ്റിംഗ്. ഒറ്റ ഇരുത്തത്തിൽ തന്നെ എന്ത് ചെയ്യണം? വൗച്ചിങ് നോക്കിയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിൽ എറേഴ്സൊക്കെ വന്നാൽ നമ്മൾ മറക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ ഒരു വൗച്ചർ നമ്മൾ വൗച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ആ കാര്യം അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? ചെയ്ത് തീർക്കണം. ഒറ്റ ഇരിപ്പ് തന്നെ ചെയ്ത് തീർക്കണം എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് വണ്ണായിട്ട് പറയുന്നത് ദ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് ദ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ആർ പോസ്റ്റഡ് ലെഡ്ജേഴ്സ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്? ഷുഡ് സീ ദ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ആർ പോസ്റ്റഡ്. റിസീപ്റ്റുകളും പേയ്മെൻറ്റുകളും പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയായിരിക്കണം എന്നാണ്? ഇൻ ലെഡ്ജർ ആസ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. ക്യാപിറ്റൽ റിസീപ്റ്റുകളായിട്ടും ക്യാപിറ്റൽ പേയ്മെൻറ്റുകളായിട്ടും അല്ലെങ്കിൽ റവന്യൂ റിസീപ്റ്റ് ആയിട്ടും റവന്യൂ പേയ്മെൻ്റ് ആയിട്ടും ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അതിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു വൗച്ചർ വൗച്ച് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റൂൾസ് റിഗാർഡിംഗ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. കോപ്പറേറ്റീവ് ഓഡിറ്റുമായി ബന്ധപ്പെടുന്ന റൂൾസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ സെക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓഡിറ്റ് എന്ന് പറയുന്നത് ഓഡിറ്റ് ഇൻക്ലൂഡ്സ് എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെപ്റ്റ് ആൻഡ് വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ ഒരു സൊസൈറ്റിയുടെ അസറ്റുകളും ലാബിലിറ്റികളും എന്ത് ചെയ്യുന്നു? വാല്യുവേഷൻ നടത്തുന്നു. അതുപോലെ ഓവർ ഡ്യൂ ഡെപ്റ്റ് എന്ത് ചെയ്യുന്നു? എക്സാമിൻ ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് എന്തിൽ ചെയ്യുന്നത്? ഒരു കോപ്പറേറ്റ് സൊസൈറ്റി ഓഡിറ്റിംഗിൽ ചെയ്യുന്നത്. ദി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റ് ഓഡിറ്റ് ഓർ പീപ്പിൾ ഈസ് ഓതറൈസ്ഡ് ബൈ ഹിം ക്യാൻ ഓഡിറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് സൊസൈറ്റി. അപ്പോൾ അത് ചെയ്യുന്നത് ആരാണ്? ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റ് ഓഡിറ്റ് അല്ലേ? ഓർ പീപ്പിൾ ഓതറൈസ്ഡ് ബൈ ഹിം ഓഡിറ്റ് ഓഫ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട് സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഓഡിറ്റ് ചെയ്യുന്ന ആരാണ്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റ് ഓഡിറ്റ് ആണ്. ഓർ അദ്ദേഹം ഓതറൈസ് ചെയ്യുന്ന വ്യക്തിയോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ് ചെയ്യുന്നതാണ്. ദി അക്കൗണ്ട്സ് ഓഫ് എവരി കോപ്പറേറ്റ് സൊസൈറ്റി ഷാൾ ബി ഓഡിറ്റഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ. അപ്പോൾ ഒരു കോപ്പറേറ്റ് സൊസൈറ്റിയുടെ അക്കൗണ്ട്സിൽ എന്ത് ചെയ്യണം? വർഷത്തിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം? ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ബൈ ദി രജിസ്ട്രാർ ഓർ ബൈ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദി രജിസ്ട്രാർ. ഒന്നുകിൽ രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന വ്യക്തിയോ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? വർഷത്തിൽ ഒരിക്കലെങ്കിലും കോപ്പറേറ്റ് സൊസൈറ്റിയുടെ ഇത് രജിസ്റ്റർ ഓഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് സെക്ഷൻസ് വെച്ചുകൊണ്ടാണ് നമുക്ക് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അതിൽ ഒന്നാമതായി പറയുന്നത് സെക്ഷൻ ആസ് പെർ സെക്ഷൻ 64 സബ്സെക്ഷൻ 1 64 എന്തുമായി ബന്ധപ്പെട്ടതാണ്? അതിൽ കോപ്പറേറ്റ് ഓഡിറ്റുമായി ബന്ധപ്പെട്ടാണ്. 64(1) പറയുന്ന കാര്യം എന്താണ് നോക്കാം. ആസ് പെർ സെക്ഷൻ 64 സബ്സെക്ഷൻ 1 പ്രകാരം ഓഡിറ്റ് ഇൻക്ലൂഡ്സ് എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെപ്റ്റ്, വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ 64 സബ്സെക്ഷൻ 1 പറയുന്നത് എന്താണ്? ഓഡിറ്റ് ഓഫ് എക്സാമിനേഷനാണ് അല്ലേ? ഓവർ ഡ്യൂ ഡെപ്റ്റുകളെയും അതുപോലെ അസറ്റിൻ്റെയും ലാബിലിറ്റീസിൻ്റെയും വെരിഫിക്കേഷനാണ് ഇതിൽ പറയുന്നത് ആസ് പെർ സെക്ഷൻ 64 സബ്സെക്ഷൻ 1 പറയുന്നത്. ദെൻ രണ്ടാമതായി പറയുന്നത് ആസ് പെർ സെക്ഷൻ 64 സബ്സെക്ഷൻ 2 പ്രകാരം ദ രജിസ്ട്രാർ ഷാൾ ആക്സസ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ്, പേപ്പേഴ്സ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ് ബിലോങ്ങിങ് ഇൻ ദി കസ്റ്റഡി ഓഫ് സൊസൈറ്റി. അപ്പോൾ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഡോക്യുമെൻറ്റുകളും അതുപോലെ സൊസൈറ്റിയുടെ എല്ലാ ബുക്സൊക്കെ കസ്റ്റഡി വെക്കുക. അപ്പോൾ ഈ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് കസ്റ്റഡിയിൽ വെക്കാനുള്ള പവർ അല്ലെങ്കിൽ കഴിവാർക്കുണ്ട്? രജിസ്ട്രാർക്ക് കൊടുത്തിട്ടുള്ളതാണ്. അതാണ് സെക്ഷൻ 64 സബ്സെക്ഷൻ 2 പ്രകാരം പറയുന്നത്. ദെൻ മൂന്നാമതായി പറയുന്നത് ആസ് പെർ സെക്ഷൻ 64 64(3) പ്രകാരം സബ്സെക്ഷൻ 3 പ്രകാരം പറയുന്നത് every person may call who is or has been any time an officer or employee of the society bound to furnish such information regarding the transaction and working of the society. അപ്പോൾ ഈ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയെ ഒരു വ്യക്തിയോ എന്ത് ചെയ്യാൻ വേണം? വിളിക്കാൻ, അതായത് ആ ട്രാൻസാക്ഷനെ വെരിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ട്രാൻസാക്ഷൻ ഇങ്ങനെ വന്നത് അല്ലെങ്കിൽ അതെന്താ സംഭവിച്ചതെന്ന് വെരിഫൈ ചെയ്യാൻ ഒരു എംപ്ലോയിയെയോ അല്ലെങ്കിൽ ഓഫീസറെയോ വിളിക്കാനുള്ള അധികാരം ആർക്ക് നമ്മൾ നൽകിയിട്ടുണ്ട്? സൊസൈറ്റിക്ക് രജിസ്ട്രാർക്ക് നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ സൊസൈറ്റിയുടെ വർക്കിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി സൊസൈറ്റിയിലെ എംപ്ലോയിയെ ഓഫീസറെയോ വിളിക്കാനുള്ള അധികാരം ആർക്ക് നൽകിയിട്ടുണ്ട്? രജിസ്ട്രാർക്ക് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. ദെൻ ആസ് പെർ സെക്ഷൻ 64 സബ്സെക്ഷൻ 4 ഓക്കെ, അത് പ്രകാരം പറയുന്നത് നോക്കാം.
The financial statement and other details required for the audit shall be prepared within 3 months at the end of the year. അപ്പോൾ 64 സബ്സെക്ഷൻ 4 പ്രകാരം പറയുന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യാനുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത ശേഷം 3 മാസത്തിനുള്ളിൽ തയ്യാറാക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നത് ഒന്നുകിൽ മാർച്ച് 31 അല്ലെങ്കിൽ ഡിസംബർ 31 അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് ആസ് പെർ സെക്ഷൻ 64 സബ്സെക്ഷൻ 5 പ്രകാരം പറയുന്നത് നോക്കാം. അതിൽ ഇൻ ദിസ് സെക്ഷൻ ദി ഓഡിറ്റ് ഷാൾ ബി കമൻസ്ഡ് വിത്തിൻ 1 month ഫ്രം ദി റിപ്പോർട്ട് ബൈ ദി ഓഡിറ്റർ. അപ്പോൾ ഓഡിറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഓഡിറ്റ് ഷാൾ ബി കമൻസ്ഡ് വിത്തിൻ 1 month ഫ്രം ദി റിപ്പോർട്ട് ബൈ ഓഡിറ്റർ. ഒരു ഡയറക്ടറുടെ റിപ്പോർട്ട് 1 മാസത്തിനുള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഓഡിറ്റ് ഷാൾ കമൻസ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഡയറക്ടറുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ ഓഡിറ്റ് എന്ത് ചെയ്യണം, കമൻസ് ചെയ്യണമെന്നാണ് ആസ് പെർ സെക്ഷൻ 64 സബ്സെക്ഷൻ 5 പ്രകാരം പറയുന്നത്. ആൻഡ് കംപ്ലീറ്റഡ് വിത്തിൻ പീരീഡ് ഓഫ് 9 months 9 മാസത്തിനുള്ളിൽ ഓഡിറ്റിങ് കംപ്ലീറ്റ് ചെയ്യുകയും വേണം. ആൻഡ് ലാസ്റ്റ് വണ്ണായി പറയുന്നത് ആസ് പെർ സെക്ഷൻ 64 സബ്സെക്ഷൻ 6 പ്രകാരം പറയുന്നത് എന്താണ്, ദ സെക്ഷൻ പ്രൊവൈഡ് ദ ലെവി ഓഫ് ഓഡിറ്റ് ഫീസ് അക്കോർഡിംഗ്ലി എവറി സൊസൈറ്റി സച്ച് ഫീസ് എവറി ഓഡിറ്റർ ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ഓഡിറ്റ് ഫീസാണ് നമ്മൾ ആർക്കൊക്കെ ഏതൊക്കെ സൊസൈറ്റികൾക്ക് ഓഡിറ്റ് ഫീസ് കൊടുക്കണം കൊടുക്കണ്ട അല്ലെങ്കിൽ എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് 64 ബന്ധപ്പെട്ടുള്ളതാണ് ഓഡിറ്റ് ഫീസ് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞത്, ഗവൺമെൻറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. ഇത്രയാണ് കോപ്പറേറ്റീവ് ഓഡിറ്റുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ്. അപ്പോൾ 64 1 2 3 4 5 6 സബ് റൂളുകളും സബ് സെക്ഷനും വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഓക്കെ, താങ്ക് യു.